പഴങ്ങൾക്ക് വരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പഴം വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അതിൻ്റെ സ്മെല്ല് കൊണ്ടാണ്. അതിൻ്റെ ആ ഒരു രൂക്ഷഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു പഴത്തിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഏത് പഴമാണെന്നുള്ളത്. വേറൊന്നുമല്ല, ഇതാണ് നമ്മുടെ നോനിപ്പഴം. അതിൻ്റെ ആ ഒരു സ്മെല്ല് കൊണ്ട് നമ്മൾ അതിനെ വില കുറച്ച് കാണണ്ട, അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത്രത്തോളം ഉണ്ട്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം ഔഷധ ഗുണങ്ങൾ ഈ ഒരു ചെടിയിൽ ഉണ്ടാവുന്ന പഴത്തിനുണ്ട്. ഏറ്റവും കൂടുതൽ വളരെ നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ, തെക്ക് കിഴക്കൻ ഏഷ്യ, ഓസ്ട്രേലിയ, പസഫിക് ദ്വീപുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇതിൻ്റെ ഫ്രൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഒരു പഴം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ അത്രയും വലിപ്പമാണ് ഇതിൻ്റെ പഴത്തിന് വയ്ക്കുന്നത്. ഇതിൽ ഉണ്ടായി വരുമ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്. പിന്നെ ഇത് മൂത്ത് അത് പഴുത്ത് വരുന്നതോറും ഒരു യെല്ലോ വൈറ്റ് കളറ് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. പക്ഷെ ഇതിന് ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് ആ ഒരു സ്മെല്ല് എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. കാരണം നമ്മളൊരു മീനൊക്കെ ചീഞ്ഞ് കഴിയുമ്പോഴോ അല്ലെ ചീസില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ചീസൊക്കെ ചീത്തയായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് തന്നെ. അപ്പോൾ ഏതെങ്കിലും നല്ല ഫ്രൂട്ട്സുകൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ സ്മെല്ല് മാറിക്കിട്ടും. പണ്ട് കാലം മുതലേ നാടൻ വൈദ്യത്തിലൊക്കെ ഈ നോനി ഫ്രൂട്ട് ഒരുപാട് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വിറ്റാമിൻ എ, സി, അതേപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഔഷധ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് വെച്ചാൽ മറ്റുള്ള ജ്യൂസുകളുടെ കൂട്ടത്തിൽ ഉപയോഗിച്ചാണ് കുടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഔഷധ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആർത്രൈറ്റിസ്, സന്ധിവാതം, ഇതിനൊക്കെ ഒരു പരിധി വരെയൊക്കെ പരിഹാരം ഉണ്ടാവുമെന്നാണ് പറയണേ. അതേപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്താനും ചെറുപ്പം നിലനിർത്താനും മുഖം തിളക്കം വയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട്. ഇതിൽ കൂടിയ അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വൃക്ക രോഗമുള്ളവർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഗർഭിണികളോ ചെറിയ കുട്ടികളോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ സഹായത്തോടു കൂടി മാത്രം ഉപയോഗിക്കുക. അപ്പം ഞങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അത് ഞങ്ങൾക്കും വളരെ ഉപകാരപ്പെടും. ഈ വീഡിയോ ഞങ്ങൾ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.